ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു ആദ്യത്തെ ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ ഇതുവരെ ഷോർട്സ് വീഡിയോയും അതേപോലെ തന്നെ കുക്കിംഗ് ഷോർട്സും ഒക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ആദ്യമായിട്ടാട്ടോ ഒരു ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതേപോലെ ഫേസ് ടു ഫേസ് ഒക്കെ ഞാൻ സംസാരിക്കുന്നത് തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവുന്നത് എന്നാണെങ്കിലും നമുക്ക് കണ്ടു തന്നെ നോക്കാം. നമ്മുടെ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്ന കുറച്ച് ആളുകൾക്ക് ഈ വീടും അതേപോലെ തന്നെ പരിസരമൊക്കെ ഏകദേശം ഒരു പരിചയമൊക്കെ ആയിട്ടുണ്ടാവും. കൂടുതലും നമ്മുടെ കിച്ചണാട്ടോ എല്ലാവർക്കും പരിചയമായിട്ടുണ്ടാവുക. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് ഭോപ്പാലിലാണ്. മധ്യപ്രദേശിലെ ഭോപ്പാൽ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഞാൻ താമസിക്കുന്നത്. എൻ്റെ പേര് ടിൻഡു എന്നാണ്. ഇപ്പോൾ ഒരു രാവിലത്തെ 11 മണിയുടെ ക്ലൈമറ്റ് ആട്ടോ ഈ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വെയിലൊക്കെ ഉണ്ട്. എന്നൊരു വലിയ വെയിലുമില്ല, നല്ല മഴയില്ലാത്ത ഒരു എന്താ പറയുക ഇങ്ങനത്തെ ഒരു കാലാവസ്ഥ. അങ്ങ് മഴ പെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴ പെയ്യണമില്ല, എന്നാൽ വലിയ വെയിലുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ വെയിലുമില്ല. അങ്ങനെ ആടി നൂങ്ങിയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ എന്നാണെങ്കിലും ഓണമൊക്കെ വരാറായില്ലേ, നമുക്ക് കുറച്ച് അച്ചാറിടാം. അതും കറിനാരങ്ങ അച്ചാറാട്ടോ നമ്മളിടുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലൊരു അച്ചാറിട്ടത്. പക്ഷെ അന്ന് കിട്ടിയ നാരങ്ങ കുറച്ചും കൂടി പച്ചയായിരുന്നു. ഇത്രയ്ക്ക് അങ്ങോട്ട് പഴുത്ത് കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളർ ആയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ നല്ലതായിട്ട് പഴുത്ത നാരങ്ങ കേട്ടോ കിട്ടിയിരിക്കുന്നത്. അച്ചാറിടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇതേപോലത്തെ നാരങ്ങ തന്നെ കേട്ടോ. കണ്ടോ, തൊണ്ടൊക്കെ നന്നായിട്ട് പഴുത്ത് നല്ല മഞ്ഞ കളറുള്ള നാരങ്ങയായിരിക്കും അച്ചാറിടാൻ ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ കയ്പൊന്ന് കുറഞ്ഞു കിട്ടുള്ളൂ. പക്ഷെ ആ പച്ച നാരങ്ങ നമ്മൾ അച്ചാറിട്ടപ്പോഴും ഒട്ടും തന്നെ കയ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചൂടുവെള്ളത്തിലിട്ട് ഒന്ന് വാട്ടിയെടുത്ത് അച്ചാറിട്ടതുകൊണ്ട് അത്രയും കയ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ വാട്ടിയൊന്നും എടുക്കുന്നില്ല, അല്ലാതെ നേരിട്ട് തന്നെ അച്ചാറങ്ങ ഇടുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി ശരിക്കും തുടച്ച് കളഞ്ഞ് നാരങ്ങയുടെ 2 സൈഡും ഒന്നുങ്ങ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ആ ഒരു മഞ്ഞത്തൊലി പതുക്കെ ഒന്നുങ്ങോട്ട് ചെത്തിക്കളയാം. വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതായത് ഒട്ടും കയ്പങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പതുക്കെ മേൽഭാഗത്തേടെ ആ തൊലി ഒന്നങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി. ഞാൻ എന്താണെങ്കിലും കളയുന്നില്ല കേട്ടോ. 2ആയിട്ട് കട്ട് ചെയ്ത് വീണ്ടും ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ടും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു കനത്തിൽ. അപ്പോൾ അതിന് നടുക്കുള്ള കുരുവൊക്കെ എല്ലാം കളഞ്ഞെടുക്കണേ. അങ്ങനെ മുഴുവൻ നാരങ്ങയും ഈ ഒരു രീതിയിൽ നമ്മൾ കട്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനിയിപ്പോൾ സാധാരണ അച്ചാറിടാനായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യില്ലേ, അതേപോലെ മുഴുവൻ നാരങ്ങയും ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഈ നാരങ്ങയൊക്കെ അച്ചാറിട്ട് ഉടനെ തന്നെ ഒന്നും എടുക്കരുത് കേട്ടോ. 1-2 ദിവസമെങ്കിലും എല്ലാം കൂടി ഒന്ന് പുളിയും അതേപോലെ തന്നെ ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ പൊടികളുടെ പച്ചമണം ഒന്നങ്ങ് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് മാത്രം ഒരു 1/4 ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ മുളക് പൊടി എടുത്തിരിക്കുന്ന കാശ്മീരി റെഡ് ചില്ലി കേട്ടോ. നല്ല എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടി എടുത്താൽ മതി. ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിൽ മാത്രം വയ്ക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നങ്ങ് ചൂട് കയറി ആ ഒരു പച്ചമണം ഒന്നങ്ങ് മാറ്റിയെടുക്കണം, അത്രയേ ഉള്ളൂ. കണ്ടോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു പൊടിയുണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കാം. വലിയ ചൂട് ഒന്നങ്ങ് ആറിയിട്ടുണ്ട്. തീ ചൂടോടുകൂടി ചേർക്കേണ്ട, ഒന്നങ്ങ് ചൂടാറിയതിന് ശേഷം മാത്രം ചേർത്താൽ മതി. ഇനി ഇത് രണ്ടും നല്ലോണം തന്നെ ഒന്നങ്ങ് യോജിപ്പിച്ചെടുക്കാം. ഇതിനകത്തേക്ക് നന്നായിട്ട് തിളപ്പിച്ച് ശരിക്കും ചൂടാറിയ ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ നാരങ്ങയിലേക്ക് ഉപ്പൊക്കെ ചേർത്തതാണല്ലോ, അപ്പോൾ എന്താണെങ്കിലും വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഇത്രയും മാത്രം വെള്ളം ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് കൂടുതലൊന്നും ആക്കരുത്. അതേപോലെ തന്നെ പച്ചവെള്ളം ചേർക്കരുത്. തിളപ്പിച്ച് ചൂടാറിയ വെള്ളം തന്നെ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഒരു 1/4 മണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. അതിനുശേഷം വേണം ഒന്ന് കടുകും കൂടി തളിച്ച് ചേർക്കാനായിട്ട്. നമ്മുടെ വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ ഈ പച്ചമുളക് കുറച്ചും കൂടി എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല കാന്താരി മുളകൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതൊക്കെ ഒന്നിങ്ങ് വാടി വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് അച്ചാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ഇതുവരെ ഇതിനകത്തേക്ക് കായവും അതേപോലെ തന്നെ ഉലുവ പൊടിച്ചതൊന്നും ചേർത്തിട്ടില്ല. നല്ലോണം ഒന്നിങ്ങ് മിക്സാക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് കായത്തിൻ്റെ പൊടിയും അതേപോലെ തന്നെ ഉലുവ പൊടിച്ചതും കൂടി ചേർത്താൽ മതി. ഉലുവ പൊടിക്കുമ്പോൾ നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചത് ഉലുവ വേണം കേട്ടോ ചേർക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് മിക്സാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താണെങ്കിലും ചെറിയൊരു കയ്പ്പ് ഇപ്പം ഉണ്ടാവും, പക്ഷെ ഒന്ന് ഇരുന്ന് നല്ലോണം സെറ്റായി വാടിക്കഴിയുമ്പോൾ അടിപൊളിയായിട്ട് വന്നോളും. അപ്പോൾ ഓണത്തിനായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഈ അച്ചാർ ഇതേപോലെ പുറത്തിരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു കുപ്പിയിലാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1-2 മാസമൊക്കെ കേടാവാതെ നന്നായിട്ട് ഇരുന്നോളും. ഇതിപ്പോൾ ഒരെണ്ണം മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് സമയമൊന്നും ഇരിക്കില്ല, പെട്ടെന്ന് തന്നെ തീർന്നോളും. പക്ഷേ 2-3 എണ്ണമൊക്കെ എടുത്ത് അച്ചാർ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണേ. അച്ചാറൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തേക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു കേട്ടോ, അതിന് വേണ്ടി ഇറങ്ങിയതാണ്.
കഴിഞ്ഞ ദിവസം നഴ്സറിയിൽ പോയിട്ട് കുറച്ച് വളം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ചെടികളുടെയും ചോട്ടിക്കടെ അതൊന്ന് ഇടണം. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ വലിയ മഴയൊന്നും ഇല്ലാത്ത ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് ഞാനങ്ങോട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും കൈയോടുകൂടി തന്നെ അത് മുഴുവൻ ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ കയറിയിരുന്നുള്ളൂ. നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലെ മണ്ണും നാട്ടിലെ മണ്ണുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടുത്തെ മണ്ണിന് കുറച്ച് അധികം തന്നെ കട്ടി കൂടുതലാണെന്ന് പറയാം. അതുകൊണ്ട് ചെടിയുടെ ചുവട്ടിലേക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് വളമിടുന്നതിനേക്കാളും നല്ലത് ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു കോലോ ഒക്കെ വെച്ച് നല്ലോണം ഒന്നങ്ങ് എന്താ പറയുക മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇടുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കേട്ടോ, ഞാൻ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മഴക്കാരൊക്കെ വന്ന് ചെറിയ ചാറ്റൽ മഴ പോലെ ഇങ്ങനെ ചാരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെങ്കിലും കൈയോടുകൂടി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ശരിയാവില്ല. എന്താണെങ്കിലും എൻ്റെ കയ്യിൽ ചെടിയായി, എന്നാൽ പിന്നെ അതങ്ങോട്ട് ഇട്ടേക്കാന്ന് കരുതിയിട്ട് അവിടെ ഇരുന്ന് മുഴുവൻ ഇടുന്നതാണ്. നമുക്കിവിടെ കാണുന്ന കുറച്ച് ചെടി മാത്രമേ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇട്ട് തീരും. ഒരു മണിക്കൂർ അത്രയും മാത്രം മതിയാവും. പിന്നെ 2-3 ചെടികളൊക്കെ പറിച്ച് ഒന്ന് വേറെ വെക്കാനുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല മഴ. നാട്ടിൽ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഇവിടെയും മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഭയങ്കര മഴയായിരുന്നു. പിള്ളേർക്കൊക്കെ 2-3 ദിവസമൊക്കെ അവധിയായിരുന്നു. ഇപ്പം അത്രയും മഴയൊന്നുമില്ല, ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കും തലയ്ക്കും വരുന്നത് ഇതുപോലൊരു മഴയൊക്കെ ഉള്ളൂ. അപ്പം മഴയൊക്കെ അവിടെ തകർത്ത് പെയ്യട്ടെ, അന്തരീക്ഷമൊക്കെ നന്നായിട്ട് ഒന്ന് തണുക്കട്ടെ. നമുക്കപ്പോൾ പുതിയ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.